ഏറെ വികാരാധീനരായ ഉയർന്ന ബുദ്ധിശക്തിയുള്ള ജീവികളാണ് ആനകൾ. അവയ്ക്ക് പരസ്പരം ആശയവിനിമയം നടത്താനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും കഴിയും. എന്നാൽ ഇതിന് കൂടുതൽ ആക്കം കൂട്ടുന്ന ഒരു പഠനം ഏഷ്യൻ ആനകളെ മുൻനിർത്തി ഇപ്പോൾ പുറത്തുവരുന്നു. ജേണൽ ഓഫ് ത്രെറ്റൻഡ് ടാക്സയിലെ റിപ്പോർട്ട് പ്രകാരം ഏഷ്യൻ ആനകൾ അവരുടെ ചരിഞ്ഞ കുട്ടിയാനകളെ ജലസേചന ചാലുകളിൽ കുഴിയുണ്ടാക്കി അവിടെ മറവ് ചെയ്യുകയും ഉറക്കെ വിലപിച്ച് പരസ്പരം ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവത്രേ. പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ മനുഷ്യർ ഒത്തുകൂടുകയും വിലപിക്കുകയും സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നതിനോട് ഏറെ സമാനമാണിത്. മുൻകാലങ്ങളിൽ ആഫ്രിക്കൻ വനത്തിലെ ആനകൾ തങ്ങളുടെ കൂട്ടത്തിലെ അംഗങ്ങൾ ചരിയുമ്പോൾ ഇലകളും ശാഖകളും കൊണ്ട് അവയെ മറവ് ചെയ്യുന്നുണ്ടെന്ന് ഗവേഷകർ നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഏഷ്യൻ ആനകൾ ഇത്തരത്തിൽ അടക്കം ചെയ്ത സംഭവങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 2022 സെപ്റ്റംബറിനും 2023 ഒക്ടോബറിനുമിടയിൽ വടക്കൻ പശ്ചിമ ബംഗാളിലെ തേയിലത്തോട്ടങ്ങളിൽ 5 ഏഷ്യൻ ആനക്കുട്ടികളെ അടക്കം ചെയ്ത നിലയിൽ ഗവേഷകർ കണ്ടെത്തി. ജലസേചന കിടങ്ങുകളിൽ 26 ഇഞ്ച് വരെ ആഴത്തിലുള്ള കുഴിയുണ്ടാക്കി അവയെ കിടത്തുകയും പിന്നീട് മണ്ണിട്ട് മൂടുകയും ചെയ്ത രീതിയിലാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ കുട്ടിയാനകളുടെ ശരീരം മണ്ണിൽ മൂടിയ അവസ്ഥയിൽ നിന്നും അവയുടെ 4 കാലുകളും മണ്ണിൽ നിന്ന് പുറത്തേക്ക് ചാടിയിരുന്നു. 3 മാസത്തിനും 1 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഈ കുട്ടിയാനകൾ അണുബാധ, പോഷകാഹാരക്കുറവ് തുടങ്ങിയ സ്വാഭാവിക കാരണങ്ങളാൽ ചരിഞ്ഞവയായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തി. എന്നാൽ ഇവയുടെ മുതുകിൽ ചതവുകളുണ്ടായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ആനക്കൂട്ടം ഇവയുടെ ശരീരം സംസ്കരിക്കുന്നതിനായി ഏറെ ദൂരം വലിച്ചിഴച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ 48 മണിക്കൂറോളം ഈ ജീവനില്ലാത്ത ശരീരങ്ങളുമായി ആനകൾ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ലൈഫ് സയൻസിലെ ഹന്ന ഓസ്ബോൺ പറയുന്നു. അങ്ങനെ കൊണ്ടുവന്ന ശേഷം തേയിലത്തോട്ടങ്ങളിലെ ഈർപ്പമുള്ള മണ്ണിലാണ് ഇവയെ മൂടിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കുട്ടിയാനകളെ സംസ്കരിക്കുന്നതിന് ഒരു വലിയ കൂട്ടം ആനകൾ തന്നെ ഉണ്ടായിരുന്നുവെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. കാരണം ഇവിടെ ഒന്നിലധികം ആനകളുടെ കാൽപ്പാടുകൾ മണ്ണിൽ പതിഞ്ഞതായി കണ്ടിട്ടുണ്ട്. കൂടാതെ ഈ കുട്ടിയാനകളുടെ ശരീരം മനുഷ്യരുടെ കണ്ണിൽ പെടാതെയിരിക്കാനും ശരീരഭാഗങ്ങൾ സംരക്ഷിക്കാനും ആനകൾ ബുദ്ധിപൂർവം തലഭാഗം മണ്ണിൽ കുഴിച്ചാണ് അടക്കം ചെയ്തിട്ടുള്ളതെന്ന് കാണാം. ആനകൾ വികാരാധീനരായ ജീവികളാണ്. അവ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ആകാശ് ദീപ് റോയ് പറയുന്നു. കാരണം ഈ ആനക്കൂട്ടം ഇവിടം വിട്ടു പോകുന്നതിനു മുൻപ് 30 അല്ലെങ്കിൽ 40 മിനിറ്റ് വരെ വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്നത് അടുത്തുള്ള ഗ്രാമീണരും തേയിലത്തോട്ടത്തിലെ എസ്റ്റേറ്റ് മാനേജർമാരും കേട്ടിട്ടുള്ളതായി പറഞ്ഞു. ഇത് ആനകൾ വിലപിക്കുന്നതാകാമെന്നാണ് ഗവേഷകർ ഉറപ്പിക്കുന്നത്. ഈ വിശദീകരണം 2022 ഒരു പഠനത്തിന്റെ കണ്ടെത്തലുകളുമായി യോജിക്കുന്നുണ്ട്. ആ പഠനത്തിൽ ഏഷ്യൻ ആനകൾ ചരിഞ്ഞ ആനകളുടെ ശരീരത്തിന് കാവൽ നിൽക്കുമെന്നും മറ്റു ആനകളെ ആശ്വസിപ്പിക്കാനെന്നോണം ശാന്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്നും ഗവേഷകർ നിരീക്ഷിച്ചിരുന്നു. കൂടാതെ ഇവ പിന്നീടൊരിക്കലും ആനകളെ അടക്കം ചെയ്ത ഈ സ്ഥലങ്ങളിലേക്ക് വരാറില്ലത്രേ. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടാകാതിരിക്കുവാനാണ് ഈ തിരിച്ചുവരവ് ഒഴിവാക്കുന്നതെന്നാണ് ഇതിന് പിന്നിലെ സിദ്ധാന്തം. അതേസമയം ആനകളുടെ മാനസികവും വൈകാരികവുമായ ജീവിതം ഇപ്പോഴും നമുക്ക് നിഗൂഢമായതിനാൽ ഈ കണ്ടെത്തലുകൾ എങ്ങനെ വ്യാഖ്യാനിക്കും എന്നതിൽ നാം ശ്രദ്ധാലുവായിരിക്കണം. ഗവേഷണത്തിലേർപ്പെടാത്ത ഒക്ലഹോമ സിറ്റി മൃഗശാലയിലെയും ബൊട്ടാണിക്കൽ ഗാർഡനിലെയും പ്രായോഗിക പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ചേസ് ലാൻഡ്യൂ സ്മാർട്ട് ന്യൂസിനോട് പ്രതികരിച്ചു. ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ മൃഗങ്ങളുടെ പ്രേരണകൾ എന്തുതന്നെയായാലും മനുഷ്യരുടെ ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ ആനകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലേക്ക് ഈ നിരീക്ഷണം വെളിച്ചം വീശുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.